ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ, ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ റിലീസ് ചെയ്ത സിനിമകളുടെ OTT അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകൾ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നവയുഗ കണ്ണകി എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഏകദേശം തിയേറ്റർ റിലീസ് ചെയ്ത ഒരുവിധം സിനിമകളുടെയൊക്കെ റിവ്യൂ ചെയ്തിട്ട് കാണാത്തിരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലായിടത്തും ഫോളോ ചെയ്ത് നമുക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 സിനിമകളാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് നമ്മുടെ യോഗി ബാബു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കുയിക്കോ എന്ന് പറഞ്ഞ തമിഴ് സിനിമ. ഈ സിനിമയുടെ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് വേഷം ഇപ്പോൾ മുതലേ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. അല നിന്നു ചേരി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിൽ ഇതിനു മുമ്പേ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം തമിഴിലും മലയാളത്തിലും ഈ ഒരു സിനിമ പിന്നെ ആമസോൺ പ്രൈമിൽ ഇന്ന് മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് റിലീസ് ചെയ്ത തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ദ മാർവൽസ് എന്ന സിനിമ. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സിനിമകളാണ്, ഈ 3 സിനിമകളാണ് ഇന്ന് ഓൾറെഡി പിന്നെ OTT റിലീസ് ചെയ്തായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ബോളിവുഡിൽ നിന്നുള്ളൊരു സിനിമയാണ്. രൺബീർ കപൂർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ ഒരു വൻ വിജയം മാറിയ എനിമൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റാണ്. ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സാണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡേറ്റ് ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ തിയേറ്റർ റിലീസ് ചെയ്ത് 50 ദിവസങ്ങൾക്ക് ശേഷം OTT റിലീസ് ചെയ്യുന്നതാണ് കരാറുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ജനുവരി മാസം 26-ാം തീയതിയാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഡേറ്റ് മാറിയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ ദിലീപേട്ടനും അതുപോലെ തന്നെ തമന്നയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് Disney+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നായിരുന്നു ഇതിനു മുമ്പേ വന്ന അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ Disney+ ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സിൽ നിന്നും പിന്മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആമസോൺ പ്രൈം ഈ സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആമസോൺ പ്രൈമിലായിരിക്കും മിക്കവാറും ഈ സിനിമയുടെ റിലീസ് ഉണ്ടാവുക. ആമസോൺ പ്രൈമിലായതുകൊണ്ട് തന്നെ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്യാതെ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ജനുവരി മാസത്തിൽ തന്നെ. ഓക്കെ, അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ നേര് എന്ന സിനിമയാണ്. തിയേറ്ററിൽ ഒരു വൻ വിജയമായി മാറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഏകദേശം 100 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമയാണ് നേര് എന്ന് പറഞ്ഞ സിനിമ. Disney+ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ജനുവരി മാസം 26-ാം തീയതി പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പിന്നെ ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു അയല എന്ന് പറഞ്ഞ സിനിമ. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആമസോൺ പ്രൈം മാത്രമല്ല സൺ നെക്സ്റ്റും ഉണ്ട്. ഈ 2 OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് ആദ്യം റിലീസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് അയലൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്ത തമിഴ് സിനിമയാണ് ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെയും റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴിലും തെലുങ്കിലും ആയിട്ട് ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം പകുതിയോടുകൂടി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് വെങ്കടേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയായിരുന്നു സൈന്താവ് എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ ETV വിൻ ഈ 2 OTT പ്ലാറ്റ്ഫോമിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി മാസം 3-ാമത്തെ ആഴ്ച ഈ ഒരു സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വരുന്ന സമയത്ത് ആമസോൺ പ്രൈം റിലീസിന് വരുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിലും വരാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. അടുത്തത് ഹനുമാൻ. ഇപ്പോൾ എന്താ പറയുക, ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതിൽ ബ്ലോക്ക് ബസ്റ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പാൻ ഇന്ത്യൻ മൂവിയായ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തിരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു സിനിമ ശരിക്കും പറയുന്നത് ചെറിയൊരു ബജറ്റിൽ വന്നിട്ട് ഒരു വലിയൊരു വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ചെറിയ ബജറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ
കൃത്യമായി 110%, 100% കൂടുതൽ അവർ അതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് VFX കാര്യങ്ങളൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 2 മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് മാർച്ച് മാസം ലാസ്റ്റ് വീക്കോട് കൂടിയൊക്കെ ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് C5 വഴി. C5ൽ വരുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷയിലും വരാൻ ചാൻസ് ഉണ്ട്. തിയേറ്ററിൽ മലയാളം റിലീസ് ചെയ്തിട്ടുണ്ട്. പാൻ ഇന്ത്യൻ മൂവിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് വിജയ് സേതുപതിയും കത്രീന കൈഫും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ സിനിമ. ഒരു ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നെ തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആവറേജ് എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് മാസം പകുതിയോടുകൂടി അല്ലെങ്കിൽ മാർച്ച് മാസം ലാസ്റ്റ് വീക്കോ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വരുന്ന സമയത്ത് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ആയിട്ടായിരിക്കും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ പലരും കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് നേര്, ബാന്ദ്ര, എനിമൽ, ഈ സിനിമകളുടെയൊക്കെ പിന്നെ അപ്ഡേറ്റുകൾ എന്നാണ്, OTT റിലീസ് എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ പിന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. സപ്പോർട്ട് ചെയ്യാം. പുതിയ സിനിമകൾ അതുപോലെ തന്നെ അൺറേറ്റഡ് ആയിട്ടുള്ള പഴയ സിനിമകളുടെയൊക്കെ പിന്നെ എന്താ പറയുക റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. പലരും പറയുന്നുണ്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പും ചാനലും ഒക്കെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും OTT പ്ലാറ്റ്ഫോമിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാണാൻ പറ്റാത്തവർക്ക് പല വഴികളും ഉണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.